ചാരുമോളെ, ചെന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേ. ഇല്ല ബാലമാമ, എല്ലാവരുടെയും ആഗ്രഹത്തോടെയും അനുഗ്രഹത്തോടെയാണ് ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ വിളക്കൊളുത്തി പ്രാർത്ഥിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടായിരുന്നെ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അമ്മായി, നീ അവളുടെ കാര്യം വിട്ടേക്ക്. അവൾക്ക് പണ്ടേ നീ ഈ വീട്ടിൽ വരുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ. പിന്നെ കല്യാണത്തിൽ കാണിച്ച ചതിയും എനിക്കുണ്ടായ അപമാനം എല്ലാം മോള് കണ്ടതല്ലേ. അതൊക്കെ വിടുപാല. ഇനിയങ്ങോട്ട് ചാരുമുള്ള ഇവിടെയല്ലേ ജീവിക്കേണ്ടത്? പരസ്പരം മുഖത്ത് നോക്കാതെ എങ്ങനെ ഒരു വീട്ടിൽ കഴിയുന്നത്? ഗോവിന്ദ, മുഖത്ത് നോക്കാതിരിക്കാൻ പോകുന്നത് ചാരുമോളല്ലോ, അവളല്ലേ. അവക്ക് ചാരുമോളുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. അങ്ങനെയല്ലേ അവൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ചാരുമോളുടെ മുന്നിൽ ഒന്ന് മാപ്പ് ചോദിക്കേണ്ടത് അവളാ. മോളെ, നീ ഈ വീട്ടിലൊന്ന് കയറിയപ്പം മുതല് ഈ വീടിനൊരു ഐശ്വര്യം വന്നു. നീ വാ. ചെല്ലുവനെ. വാ മോനെ. നീ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമോളെ. ഈ വീട്ടിലെ വിളക്ക് കൊടുത്ത നീ ആരടി? വന്ന് കേറിയില്ല, അപ്പോഴേക്കങ്ങ് അവകാശം കാണിക്കാൻ തുടങ്ങിയോ? അവകാശം ഉണ്ട് ഇവൾക്ക്. ഇവളെന്റെ മകന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമകളാ. നിങ്ങൾക്ക് ഇവള് മരുമോളായിരിക്കാം, പക്ഷെ ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഇവളെന്റെ കൺമുമ്പിൽ വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഹേമേ, നീ ഇപ്പൊ ഈ വീട്ടിൽ നിൽക്കുന്നത് പോലും എന്റെ ഔദാര്യത്തിലാ. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിപ്പോയി. എന്റെ മക്കളെ നീ പ്രസവിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. അല്ലെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടാൻ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കേട്ടോടി നിന്റെ ബാലമാവൻ പറഞ്ഞത്? ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ മനുഷ്യന്റെ ഔദാര്യമാണെന്ന്. എല്ലാത്തിനും കാരണം നീയാ. ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, വർഷങ്ങളായി. ഒരിക്കൽ നിന്റെ ബാലമാവൻ നിന്റെ കൈ പിടിച്ചിവിടെ വന്നു. അന്ന് ഈ മനുഷ്യൻ എന്നെ തല്ലാൻ കൈയൊങ്ങി, അതും ആദ്യമായിട്ട്. അതിനൊക്കെ കാരണം ആരാ? നീയാ. അന്ന് ഈ വീട് വിട്ട് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങേണ്ടി വന്നു. ഇപ്പൊ ദേ നീ വീണ്ടും ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. നീയുണ്ടല്ലോ ഈ വീടിന്റെ ശാപമാ. എടാ ആകാശേ, നിന്നെ ഞാൻ പ്രസവിച്ചതല്ലേടാ, അല്ലേ? ഇവളുടെ കട്ടി താലി കെട്ടാൻ നിന്റെ അച്ഛൻ പറഞ്ഞപ്പോ ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചോ? എടാ ചോദിച്ചോന്ന്. ഇവളെ ഈ വീട്ടിൽ കെട്ടാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞപ്പോ ഇവളെ ഈ വീടിനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായതാ എന്റെ മകൻ അരവിന്ദൻ. ഇപ്പൊ നീ കേട്ടില്ലേ എന്നോടുള്ള നിന്റെ അച്ഛന്റെ ഔദാര്യം? ആ ഔദാര്യം വേണ്ടെന്ന് വെച്ച് ഞാൻ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ദേ ഈ താലി പൊട്ടിച്ചെറിഞ്ഞിട്ടേ ഞാൻ പോകും. അന്ന് ഞാൻ വീട് വിട്ടിറങ്ങിപ്പോ കരക്കാരെ മുഴുവൻ കുറ്റം പറഞ്ഞത് എന്നെയാ. അന്ന് നിന്റെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ നല്ലവനായി. ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോയ കരക്കാരെന്താ പറയാന്ന് എന്റെ മോൻ അറിയാവോ? ഇവള് കാലെടുത്ത് വെച്ചതും അമ്മായി അടിച്ച് പുറത്താക്കിയെന്ന്. അത് വേണോ? ആ
പൊട്ടിച്ചെറിയട്ടെ ഞാനിത്. അങ്ങനൊന്നും ചിന്തിക്കല്ലേ അമ്മായി. ഞാൻ ആർക്കും ഒരു ശല്യാവാതെ ഇവിടെ ജീവിച്ചോളാം. ഭീഷണിയാണോ? ഈ താലി നിനക്ക് പൊട്ടിച്ചെറിയാൻ പറ്റുമെങ്കിൽ നീ പൊട്ടിച്ചെറിഞ്ഞു പോ. നിന്നെ ആരും തടയില്ല. അമ്മ എന്തെങ്ങനെ? ചാരു ഇപ്പൊ ആകാശിന്റെ ഭാര്യയല്ലേ? അതിനി മാറ്റാൻ ആർക്കും കഴിയില്ല. അമ്മ അത് അംഗീകരിച്ച് മനസ്സോടെ സ്വീകരിച്ചാൽ സന്തോഷത്തോടെ ഇവിടെ എല്ലാവർക്കും കഴിയാം. അമ്മ പാവം ചാരു, അവള് വിളക്ക് കൊളുത്തട്ടെ. ചാരുമോളെ, ഇവിടെ പറഞ്ഞു നീ കേക്കണ്ട. നീ വിളക്ക് വയ്ക്കേ. ഇല്ല ബാലമാമ, എനിക്കതിന് കഴിയില്ല. ബാലമാമൻ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാ അമ്മായി. എന്റെ അമ്മയിലൂടെയല്ല എനിക്ക് ബാലമാമനെ കിട്ടിയത്. അതുപോലെ എനിക്കൊരു ഭർത്താവിനെ കിട്ടാൻ കാരണം അമ്മായി കൂടെയല്ലേ. അമ്മായിയുടെ അനുഗ്രഹം ഇല്ലാതെ വിളക്ക് കൊടുത്തുന്നത് ശരിയല്ല ബാലമാമ. ചാരുമോളെ, നീ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. കാരണം മനസ്സുള്ളവർക്കല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. ആകാശേ, നീ ചാരുമോള് വിളക്ക് കൊടുത്താൻ പറ. നിന്റെ ഭാര്യയല്ലേ ഇവള്? നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേടാ? വിളക്ക് കൊളുത്താൻ പറയടാ. അല്ല, നിന്റെ അച്ഛന്റെ വാക്ക് കേട്ടാണല്ലോ നീ ഇവളുടെ കെട്ടി താലി കെട്ടിയത്. പറയടാ, ഇവളോട് വിളക്ക് കൊളുത്താൻ പറ. വിളക്കൊടുത്ത്. ഞാനല്ലേ പറയുന്നത്, വിളക്കൊടുത്ത്. വാ.